ഹായ്, നമ്മളിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലെ കൂന്തംകുളം എന്നറിയപ്പെടുന്ന ഒരു പ്രദേശത്താണ്. നമ്മളിവിടെ റാപ്റ്റെയിൽസിനെ തേടിയിട്ടാണ് മെയിനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഗൈഡായിട്ട് കിട്ടിയിരിക്കുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള വാൽപ്പാണ്ഡെ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഈ റാപ്റ്റെയിൽസിനെ തേടി നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈ ഗ്രാസ് ലാൻഡിൽ നിന്ന് നമുക്ക് കുറച്ച് വാട്ടർ ബേർഡ്സിനെ സ്പോട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് വെറൈറ്റി ഓഫ് ബേർഡ്സിനെ നമുക്കിവിടെ ഇപ്പം കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ ബേർഡ്സിനെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ സാധിക്കുമെന്നോ എത്രത്തോളം നല്ല ചിത്രങ്ങൾ കിട്ടുമെന്നോ ഒന്നും ഇപ്പോൾ പറയാൻ പറ്റുന്നില്ല. കാര്യം ഇത് ഇത്രയും ഓപ്പൺ ആയിട്ടുള്ളൊരു ഗ്രൗണ്ട് ആയതുകൊണ്ട് ഇവയെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളത് വളരെ ടാസ്ക് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മുടെ വാഹനത്തിലാണ് നമ്മൾ ഇവിടെ പുറകെ പോകുന്നതും. എങ്കിലും ഒരു നിശ്ചിത അകലത്തിൽ വാഹനം പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഗ്രൗണ്ട് ലെവലിൽ കൂടെ പതുക്കെ അവയെ അപ്രോച്ച് ചെയ്യുകയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി അധികം സംസാരിക്കാതെ, കാര്യം നമ്മളിപ്പോൾ ഈവനിങ് ആയിട്ടുണ്ട്, നമ്മൾ ഇന്ന് രാവിലെ വന്നതാണ്. അപ്പം അധികം സംസാരിക്കാതെ ഇനി ഏതാനും കുറച്ച് എനിക്ക് തോന്നുന്നൊരു അരമണിക്കൂർ 1 മണിക്കൂറിനുള്ളിൽ ലൈറ്റ് ഔട്ട് ആവും. അപ്പോൾ അതിനു മുമ്പ് മാക്സിമം വീഡിയോസും ചിത്രങ്ങളൊക്കെ നമുക്കൊന്നുകൂടെ കവർ ചെയ്യാം. എന്തായാലും നമുക്ക് ഇനി കാത്തിരുന്ന് കാണാം. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമുക്കെന്നോ നഷ്ടപ്പെട്ടു പോയ ഗ്രാമീണ സൗന്ദര്യവും പൈതൃകവും ഇന്നും അതുപോലെ തന്നെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ഗ്രാമമാണ് കൂന്തൻകുളം. നിരവധി ദേശാടന പക്ഷികൾ എത്തുന്ന സ്ഥലം എന്നതിനോടൊപ്പം തന്നെ നമുക്ക് എന്നോ നഷ്ടപ്പെട്ടു പോയ പഴയ ഓർമ്മകളെ തൊട്ടുണർത്തുന്ന ഒരു ഗ്രാമം എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട്. ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ദേശാടന പക്ഷികളെ കണ്ടെത്താൻ സാധിക്കുന്നത്. അതിരാവിലെ തന്നെ എത്തിച്ചേർന്ന് നമ്മൾ ആദ്യം കഴുകന്മാരെ തേടിയാണ് യാത്ര ആരംഭിച്ചത്. എന്നാൽ നമുക്കൊന്നിനെ പോലും സ്പോട്ട് ചെയ്യാൻ സാധിച്ചില്ല. പിന്നീട് നമ്മൾ ഇന്ത്യൻ റോക്ക് ഔളിനെ തേടി യാത്രയായി. ദാ ഈ കാണുന്ന പാറമലയിലാണ് ഇവയെ സാധാരണയായി കാണുന്നത്. മറ്റൊരു പ്രധാന കാര്യം എടുത്തു പറയാനുള്ളത് ദാ ഈ കാണുന്ന വ്യക്തിയെ പറ്റിയാണ്, ദ ബേർഡ്മാൻ ബാൽപാണ്ഡെ. ഈ കാണുന്ന പക്ഷി സങ്കേതവും അതിലെ പക്ഷികളെയും സംരക്ഷിക്കാൻ വേണ്ടി തൻ്റെ ജീവിതം തന്നെ മാറ്റിവെച്ച ഒരു വ്യക്തി. അതുപോലെ തന്നെ ഈ പക്ഷി സങ്കേതത്തിൻ്റെയും ഇവിടെ വരുന്ന പക്ഷികളുടെയും സംരക്ഷണത്തിനായുള്ള നാട്ടുകാരുടെ പങ്കും വളരെ വലുതാണ്. അങ്ങനെ റോക്ക് ഔളിനെ തിരക്കിപ്പോയ നമുക്ക് അവയെ കാണാൻ സാധിച്ചില്ല. പകരം ഒരു ഹൂപ്പോയിനെയും ഒരു സ്പോട്ടഡ് ഔളിനെയും കാണാൻ സാധിച്ചു. പിന്നീട് നമ്മൾ റാപ്റ്റെയിൽസിനെ കൂടുതലായി കാണാൻ സാധ്യതയുള്ള സ്ഥലത്തേക്ക് പോയി. ഇവിടെ വരുമ്പോൾ ഒരു 4 വീലറിൽ വരുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ വണ്ടിയുടെ മുന്നിലിരുന്നു കൊണ്ട് നമ്മുടെ ഗൈഡായ ബാൽപാണ്ഡെ തൻ്റെ ബൈനോക്കുലർ ഉപയോഗിച്ച് ചുറ്റുപാടും നിരീക്ഷിക്കും. പിന്നീട് നമുക്ക് പോകേണ്ട സ്ഥലത്തെപ്പറ്റി നിർദ്ദേശം തരും. സബ്ജക്റ്റിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, സബ്ജക്റ്റുമായി എത്ര ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം എന്ന നിർദ്ദേശങ്ങളും പുള്ളി നമുക്ക് പറഞ്ഞു തരും. ആദ്യം വണ്ടിയിലിരുന്ന് തന്നെ മാക്സിമം ചിത്രങ്ങളും വീഡിയോസും പകർത്താൻ ശ്രമിക്കും. പിന്നീട് പതുക്കെ വണ്ടിയിൽ നിന്നിറങ്ങി നിലത്തുകൂടെ ഇഴഞ്ഞ് സബ്ജക്റ്റിൻ്റെ അടുത്തെത്താൻ ശ്രമിക്കും.
അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് ഓഫ് ചെയ്യാണ്. സംഭവം ഒത്തിരി സന്തോഷത്തോടെയാണ് ഈ വീഡിയോ വൈൻഡ് ഓഫ് ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് ഇതുവരെ കിട്ടാത്ത കുറേ സ്പീഷീസിനെ നമുക്ക് സ്പോട്ട് ചെയ്യാനും കുറേ സ്ഥലങ്ങളും നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അതിന് പ്രത്യേകം നന്ദി പറയേണ്ടത് സാറിനാണ്. അപ്പം ഒരുപാട് നന്ദിയുണ്ട്, താങ്ക്സ്. സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ? என்னுடைய பேர் இந்த பேர்ட்மேன் பால்பாண்டியன். நீ உங்களுக்கு இன்றைக்கி மாண்டுகோஸ் சாரியர் மெயில் ஃபீமேல், பைலைடு மெயில் ஃபீமேல், காமன் கெஸ்டல், லெசர் கெஸ்டில் மெயில், அப்புறம் மற்றபடி பார்கிட்டேட் கூஸ் இதெல்லாம் நான் காட்டி கொடுத்து நீங்கள் நல்லா போட்டோ சூப்பராக போட்டோ எடுத்துக்கோங்க. இது என்ன அக்டோபர் மாதத்துலேருந்து பிப்ரவரி மாதம் வரைக்கும் இந்த ஆரியர் சீசன் டைம். பிப்ரவரி லாஸ்ட் ஆகிட்டுனா எல்லாமே போயிடும். இங்கே வந்து இது வந்து என்னென்னா பேரண்ட் பேர் சைபீரியாந்து வரக்கூடிய நம்ம இடத்துல நெஸ்ட் பண்ணாது போயிடும். மற்றபடி நீ ஏர்லி மார்னிங் போனால் வல்ச்சர் எடுக்க போனால் வல்ச்சர் கிட்டல, அது ரொம்ப கஷ்டம். அது உங்களுக்கு லக் இல்லை. ஒருபாடு கிட்டும். பாருங்கள் ஈவினிங் ஒரு 6:30 5:30லேருந்து ஒரே ஆரியர் மாண்டுகோஸு, பைலைடு, பைடு, கன்று, மார்ஸு, காமன் கிறிஸ்டல் எல்லாம் ஒருபாடு இருக்குது. ஆனால் இப்போ ஃபோட்டோ எடுக்கிறது லைட் இல்லாமல் போய், அதனால் யார் வந்தாலும் நீங்கள் வந்தாலும் ஈவினிங் தான் ஆரியருக்கு ஃபோட்டோ எடுக்க நல்ல டைம் வந்து ஈவினிங் தான். 5 to 6:30 வரைக்கும் ஈவினிங்கில் ஆரியர் எடுக்க ஃபோட்டோ எடுக்க சூப்பராக இருக்கும். ஏர்லி மார்னிங்னா ஏதோ ஒன்று வரும். ஏர்லி மார்னிங் வந்தீங்கன்னா நீங்கள் வந்து காமன் கிறிஸ்டலு, அப்புறம் பார்கிட்டேட் கூஸு, பெரிகின் பால்கன் வரும், லகர் வரும், ரெட் நேக்கட் பால்கன் வரும். இதில் தான் ஏர்லி மார்னிங் கிட்டும். கேஸ்பின் ஃப்ளவரு, அப்புறம் ஸ்பாட் பில்லிடு ஃப்ளவரு, இதெல்லாம் ஏர்லி மார்னிங்கில் கிட்டும். அப்புறம் 10 மணி 11 மணி ஆகிட்டுனா வெயில் ஹீட் ஆகிட்டுனா பேட்ஸ் எல்லாமே நமக்கு கிடைக்காது. அப்புறம் ஈவினிங் தான் மாதிரி பேட்ஸ் வர ஒரு 4:30 ஆரியர் வர ஸ்டார்ட் ஆகும். அப்புறம் 6:30 வரைக்கும் ஃபோட்டோ எடுக்கலாம். அதுக்கப்புறம் லைட் இருக்காது, ஃபோட்டோ எடுக்க வாய்ப்பு இல்லை. யாராலும் நீங்கள் வந்தால் இப்படி இந்த டயத்தில் வாருங்க, நல்லா சூப்பராக எடுக்கலாம். ഓക്കെ, താങ്ക് യു സാർ, താങ്ക്സ് ലോട്ട്. അപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഇത് ഹരിയറിൻ്റെ ഒരു പീക്ക് ടൈമാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹരിയറിൻ്റെ ഫോട്ടോസോ വീഡിയോസോ ഒക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സാറിനെ കോൺടാക്റ്റ് ചെയ്യുക. സാറിനെ കോൺടാക്റ്റിൻ്റെ ഡീറ്റെയിൽ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം. സി യു.